അറിയിച്ചിട്ടുണ്ട്. ഒരു ഭയം ആ ദാമോദരൻ ഈ സുഖൂലെന്നാ പറഞ്ഞത്. വയനാട് ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട് വന്നതല്ലേ? ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോ നെഞ്ചിൽ വല്ല കല്ല് ഇടിച്ചോന്ന സംശയം. ചെറുപ്രായമല്ലേ? അതെ, കലശലായ വേദന. ഡോക്ടറെ വിളിക്കാൻ ആളെ പോയിട്ടുണ്ട്. എന്തോ ആ മതിയായിരുന്നു. ഞാൻ നിൽക്കട്ടെ. ഡോക്ടർ ഒന്നല്ലോ ഒന്ന് വരും. അതെ അതെ, ഡോക്ടർ നോക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായി പ്രവർത്തിക്കണേ. രക്ഷപ്പെടണം. ജീവിതം ഈ നരകത്തിൻ എന്നെ കരകേറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ. ഈ നരകത്തിൻ എന്നെ കരകേറ്റിയിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ. എന്താണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണേ? ഇത്ര മനോഹരായ ഭൂമിയെ കുറിച്ചാണോ നരകം നരകം എന്നൊക്കെ പ്രാർത്ഥിക്കണേ? അച്ഛനോ അച്ഛോ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചത്, ഇനി എന്തൊക്കെ അനുഭവിക്കണം? 1924 വെള്ളപ്പൊക്കത്തെക്കാൾ 1940 ആ വെള്ളപ്പൊക്കത്തെക്കാൾ ഈ പ്രളയത്തെ നമ്മൾ കണ്ടത് അതൊന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോളാം. പിന്നെയോ ദാ വരുന്നു കൊറോണ. ഇപ്പോഴും നടുക്കം മാറിയിട്ടില്ല. എന്റെ ഭാനുമതി കൊണ്ടല്ലേ പോയത്. ആ മൂക്കും വായും പൊത്തി പുറത്തിറങ്ങാണ്. മാത്രല്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന പുതിയ തലമുറ, മാലിന്യം നിറഞ്ഞ ചുറ്റുപാടുകൾ. ഒന്നും നേരെയാവണ വഴിയില്ല അച്ഛോ. വിദ്യാഭ്യാസം മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ, വിവേകം കൂടി വേണ്ട അച്ഛോ. ശരിയാ നായരെ, നായര് പറഞ്ഞതെല്ലാം ശരിയാ. പക്ഷേ പ്രളയം വന്നപ്പോ നമ്മൾ രക്ഷപ്പെട്ടില്ലയോ? ആരാ നമ്മളെ രക്ഷപ്പെടുത്തി? നമ്മുടെ പുതിയ തലമുറയല്ലേ? ജാതി മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് നമ്മൾ ഒറ്റക്കെട്ടായില്ലയോ അതിന് മറികടന്നത്? ലോകം കോവിഡ് സംഹാര താണ്ഡവം പാടിയപ്പോഴും നമ്മള് കേരളീയർ ഭാരതവേദം വെച്ചായിരുന്നില്ലേ? എല്ലാ ദുരിതങ്ങളിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കൂടെ ഉള്ളപ്പോ ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയാ നായരെ നരകാവണേ? നമ്മുടെ കവി വയലാർ പാടിയത് ഓർമ്മയില്ലേ നായരെ? തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി.
എന്നാ സ്കൂള് വരെ ഒന്ന് പോയതാ. അവിടെ നിന്ന് അമ്മമാരെ എന്നാ വായനയുടെ പരിപാടി ഉണ്ടായിരുന്നു. ചിലരൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവർക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. അയ്യോ, നേരെ ഒരുപാട് വൈകി. ചായ ഉണ്ടെന്ന് വൈകിയില്ലേ അമ്മയിപ്പൊ കണ്ടുകിട്ടും. എന്റെ റബ്ബേ, എന്റെ പാട്ടൊക്കെ കേട്ടപ്പോ ഞാൻ നെറ്റ് നോക്കിയതാ. നിന്നെ കുറിച്ച് കേട്ടപ്പോ തന്നെ വലിയ അഭിമാനം തോന്നിയത്. ഉമ്മത്തെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയോ? കാരുണ്യം എന്നൊക്കെയാ. സ്ത്രീകൾക്ക് വായനൊരു പോരാട്ടം തന്നെയാണ്. ഉമ്മത്തെ, നീ വീട്ടിലെല്ലാം പണി കഴിഞ്ഞിട്ടില്ലേ വായിക്കാനും എഴുതാനും ഒക്കെ സമയം കണ്ടെത്തുന്നത്? ഇതൊക്കെ വലിയൊരു കാര്യമില്ല ഉമ്മത്തെ. ഒന്ന് പറയണ്ടേ അച്ഛോ. ഞാനേ എന്റെ കുടിയിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടാ എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ. പക്ഷേ അതിന്റെ കുടിയില് ആർക്കും പിടിക്കൂല. പിന്നെ എന്റെ കുട്ടികളുടെ പാപ്പ ദുബായിന് പറയും, ഇത് ധാരാളം എഴുതും വായിക്കും ഒക്കെ ചെയ്യണെന്ന്. ഞാൻ ദുബായിന്ന് വന്നിട്ട് വേണം ഇത് എഴുതി വെച്ചതൊക്കെ ചേർത്ത് ഒരു ബുക്കാക്കി പ്രസിദ്ധീകരിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വായനശാലക്കാരുണ്ടല്ലോ, അവരെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങനെയൊക്കെ ചെയ്യണേ അച്ഛൻ. എന്റെ റബ്ബില്ലാതിരിയായ തമ്പുരാനെ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ഒരു ഗ്ലാസ് ചായ കിട്ടാണ്ട് മനുഷ്യൻ പിരാന്താക്കി നടക്കുക. അന്നോട് പിന്നെയും പിന്നെയും നമ്മളൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കിതാബും പിടിച്ചോണ്ട് നടക്കാൻ പരിപാടി ചെയ്തിരിക്കോ. മര്യാദയ്ക്ക് കുടിയിൽ പണി നോക്കി കുത്തിയിരുന്നോ, അല്ലെങ്കിൽ ഉറപ്പായ വാപ്പാനെ വിളിച്ചു പറയും. എന്താ ആചാര്യ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? ഓള് വായിക്കട്ടെ, എഴുതട്ടെ. ഓള് കുട്ടിയല്ലേ, വീട്ടിലെ എല്ലാം പണി കഴിഞ്ഞല്ലേ ഓള് എഴുതാനും വായിക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നത്. ഓളെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ അഭിമാനം കൊണ്ടല്ലേ വേണ്ടത് നായരെ. പിന്നെ വീട്ടിനകത്ത് അടച്ചു കൂട്ടിയിരുന്നാ മതിയാ. അച്ചോ, നിങ്ങൾ പറയണതൊക്കെ നേരാ. പക്ഷെങ്കില് കുടിയിലെ കാര്യങ്ങൾ കരുതാവൂലേ? നിങ്ങൾക്കറിയാലോ എന്റെ ബീവി കിടപ്പാണെന്ന്. ഞാൻ പോയി ഓൾക്ക് മരുന്നെടുത്ത് കൊടുക്കട്ടെ. കഷ്ടത്തിലാ. ഇതിലെ എല്ലാ കാര്യങ്ങളും അവൻ തന്നെയല്ലേ. ഞങ്ങൾ പുറത്തു പോവുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ക്യാഷ് ജിപേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നായരെ വീട്ടില് ചോറ് വെപ്പൊന്നുമില്ലേ? ഇപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. If you don't mind, darling, നമ്മൾ റിച്ച് അല്ലേ? എങ്ങനെയാ നിങ്ങൾ റിച്ചായതെന്ന്? ചക്ക വീണും മോരെത്തും, പേര് മൊത്തം ശിക്കാരി ശമ്പൂർ എന്ന പോലെ ലോട്ടറി അടിച്ചും ഈ മനുഷ്യനെ പിച്ച് കാശുണ്ടാക്കിയതല്ലേ ഇതെല്ലാം ഇടവെങ്കിലും പാട്ടാണ് കേട്ടാ. മോളെ, എന്നെ കളിക്കെത്തിക്കാൻ സഹായിച്ച മനുഷ്യനാണിത്. രണ്ടുപേരും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്റെ പഴയ വീരൊന്നും ഇനി കുറഞ്ഞിട്ടില്ല. ഓ ഡാർലിംഗ്, ഈ പഴം പുരാണം കേൾക്കാറൊന്നും നമുക്ക് സമയമില്ല. Come on, darling. പിള്ളേരല്ലേ, കൊച്ചുങ്ങളല്ലേ, മടുത്തും കോളേജിൽ കയറി ഇറങ്ങി. ഈ പോയവരല്ലേ അവർക്ക് നന്നാക്കേണ്ടത്. കള്ളും കഞ്ചാവും ഒക്കെ വലിച്ചു കയറ്റി ചുറ്റിത്തിരിയല്ലേ, അലഞ്ഞു തിരിയല്ലേ. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും. എല്ലാവരും വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ ഒരുത്തരാണ്. നമ്മളെ
ഞങ്ങളെ ഏൽപ്പിച്ചു പോയതാണ്. നിന്റെ ഈ വക തമ്മാടിത്തരങ്ങളൊന്നും ഇവിടെ നടക്കില്ല. ഞാൻ അവരെ വിളിച്ചു പറയാൻ പോവുകയാണ്. കൂടെ നിങ്ങളെ വിളിച്ചു പറയാൻ പോകണമെന്ന്. അഖിലേ, വേണ്ടപ്പ. അതിലൊന്നും മാറി നിന്നേ. ഈ കൊച്ചുങ്ങളെ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഒരമ്മാവനല്ലേ? ഇവര് നന്നായാൽ ഇവർക്ക് നല്ലത്. മക്കളെ, നിങ്ങള് ലഹരി മാഫിയ ഇപ്പോണ്ട് അവരെടുത്ത് ഒരിക്കലും പോകരുത് കേട്ടോ. പഠിക്കണം, ഇത് വളരണം. ഈ മനോഹരമായ ജീവിതത്തെ ഒരിക്കലും നശിപ്പിക്കരുത്. മദ്യമാഫിയ ലഹരി സംഘങ്ങളുടെ ഇതിൽപ്പെട്ട് പറയാനുള്ളതല്ല. ചെറുപ്പമാരെ കേട്ടോ. മക്കളെ ചെല്ലേ അച്ഛൻ ഇങ്ങനെ ആവർത്തിക്കുന്നത് കേട്ടോ. കഷ്ടം. ഓര് വന്നാ? വന്നോ ഓര്? ആരെ കഴിഞ്ഞേ? ആ പഞ്ചായത്തിന്റെ ഭരണ വ്യവസ്ഥയുടെ ആൾക്കാര്. ഞങ്ങൾ കണ്ടില്ലല്ലോ. ആഹാ. ദേവി വഴി സാരി ചുറ്റി. കാവ്യനെ, നിങ്ങൾ അന്വേഷിച്ച് എത്ര ദിവസം ഞങ്ങൾ നടക്കുന്നു? ഞങ്ങളെ നിങ്ങളുടെ വീട്ടിൽ കഴിച്ചല്ലോ. അതെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചപ്പും കുപ്പി ചവറും പ്ലാസ്റ്റിക്കും എല്ലാം തന്നെ തൊട്ട തൊടിയില് പൊതുസ്ഥലത്ത് നിങ്ങൾ ഇടുക. ഇതിന്റെ ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരാതി ഞങ്ങൾ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക തന്നെ ചെയ്യും. ആചാര്യ അനക്കൊന്ന് പറഞ്ഞൂടെ എന്റെ അമ്മായിപ്പനോട്? അയ്യോ, എന്റെ പൊന്നെ ആലീസേ, ഇങ്ങനെ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ എന്റെ കെട്ടിനെ കൊണ്ട് പറയിപ്പിച്ചു, എന്നിട്ട് ഉപകാരമില്ല. നിങ്ങൾ എവിടെ വെച്ച പറയും അങ്ങനെ ഫൈൻ ശിക്ഷിച്ച് അനുഭവിക്കരുത്. ആചാര്യ, എന്തൊക്കെയാ പറയണ കേൾക്കണത്? നിങ്ങളുടെ വീടും ചുറ്റുപാടുകളൊക്കെ നിങ്ങൾ തന്നെയല്ലേ വൃത്തിയാക്കേണ്ടത്? നിങ്ങളുടെ വീടിന് അകം മാത്രം വൃത്തിയായാൽ മതിയാ? പരിസരങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ കടമയല്ലേ? അല്ലേ? മാലിന്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലെത്താൻ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി സഹകരിക്കണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുത്തോ. ആചാര്യ, ഇങ്ങനെ പോയാ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടാ. അച്ചോ, അതിപ്പോ നമ്മള് അത്രയ്ക്കാണ്ട് ചിന്തിച്ചില്ല. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആലീസേ, സോഫിയ, നിങ്ങളെ നാളെ മുതൽ നമ്മുടെ കൂടി വരും. നമ്മൾ ഇനി ഒരു വേഷം പുറത്തേക്ക് വലിച്ചു വിടില്ല. ഇത് പണച്ചോരാണ് സത്യം. ഇപ്പോഴെങ്കിലും ആചാര്യക്ക് തിരിച്ചറിവുണ്ടായിരുന്നു. എന്തായാലും നന്നായി കാര്യങ്ങളെല്ലാം. ആചാര്യ, അത് മാത്രം പോരാ. കുടുംബത്തിന് വായിക്കാനും എഴുതാനും ഉള്ള സൗകര്യങ്ങള് നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവിടെ അവള് പഠിക്കട്ടെ, വായിക്കട്ടെ, വളരട്ടെ. സ്ത്രീകള് ഒരു പുതിയ യുഗം തന്നെ സൃഷ്ടിക്കട്ടെ, വിപ്ലവമാകട്ടെ. നായരെ, നിങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങളെ പ്രാർത്ഥനയൊക്കെ നടത്തിക്കോളൂ. പക്ഷേ ഈ നരകത്ത് തന്നെ കരകയറ്റിടണം എന്നുള്ള പ്രാർത്ഥന അതിന് നിർത്തിക്കോളൂ. അല്ല, നമ്മുടെ ഞാനും മോളും അല്ലേ പോകുന്നത്? ഞാനോ നീ വന്നേ. എവിടേക്കാ അമ്മയും മോളൂടെ? എവിടേക്കാ പോണേ? അച്ഛോ, ആകെ കഷ്ടത്തിലാണ്. എന്റെ മോൾക്ക് ഇനി പഠിത്തത്തിന് ഒന്നുമായിട്ട് തന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ പിടിക്കല്ലേ, മറങ്ങല്ലേ മോളെ? ഇനി പഠിച്ചതുകൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല ഫാദർ. ഇനി അമ്മയെ കൂടെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത. അതുകൊണ്ട് എന്തെങ്കിലും ഷോപ്പിൽ ജോലിക്ക് പോവാന്ന് വിചാരിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ, നല്ല കാര്യമാ. ഡോക്ടറെ ഇങ്ങോട്ട് വന്നേ. എവിടേക്കാ ഒരു കാര്യം? ഇനി വാ. അവിടെ അനിൽ നായരുണ്ട്. നമ്മുടെ എല്ലാ ആളുകളും ഒന്ന് എത്തണ്ട കേട്ടോ. ഒന്ന് ഒന്നിച്ച് വാ. ഒന്നിച്ച് നിന്നേ, എല്ലാവരും ഒന്നിച്ച് വാ. അതെ, ഒരു കാര്യം ഞാൻ പറയട്ടോ. കഴിഞ്ഞ ദിവസം ജനകീയ മുന്നണി സഭ
ഇവിടെ കൂടിയിരുന്നു. ആ ജനകീയ സഭയില് ഒരു കാര്യം ഞങ്ങൾ നല്ലോണം ചർച്ച ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഈ മോളുടെ പഠനത്തിന്റെ കാര്യം ഇത് ജനകീയ സഭ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് സന്തോഷായോ? ഒരുപാട് നന്ദിയുണ്ട് ഫാദർ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടോ. അതെ, ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പൗരപ്രമുഖ എന്താന്ന് പറഞ്ഞിട്ടുണ്ടേ. അവര് വെയിറ്റ് ചെയ്ത് കൂടിയാ നിൽക്കണത്. അതെ, എല്ലാവരും കൂടിയിട്ട് അവര് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒന്ന് ഉഷാറാക്കണം, ഒന്ന് ഗംഭീരാക്കണം കേട്ടോ. ശരി ശരി. ചെന്ന് വിളിക്കുക ആചാര്യ. വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആരെയും കൂടി ഒന്ന് പറയട്ടോ. നമ്മുടെ മോൾക്ക് മോദന്റെ മോളാണത്. ഈ മോൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണം നമ്മുടെ ജനകീയ സഭ എല്ലാവരും കൂടി പിരിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ആദ്യ ഗഡു കൊടുക്കണേ. എല്ലാവരും ഈ കേരളത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ കോവിഡും പ്രളയവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരിയുള്ള നാടാണ് കേരളം. ഏറ്റവും